പോലെ പബ്ബിൻ്റെയും റിസോർട്ടിൻ്റെയും മാനേജർ മാത്രമല്ല മേഘന, അവളാണ് അതിൻ്റെ ഓൾ ഇൻ ഓൾ. പിന്നെ നമ്മുടെ ബോസിന് ചെറിയ താല്പര്യമുള്ള കേസാ. എന്ത് താല്പര്യം? നിന്റെ താല്പര്യമൊക്കെ തന്നെ. അല്ല, ആരേ ബോസ്? ബോസ് എന്ന് പറഞ്ഞാൽ ഈ റിസോർട്ടിൻ്റെയും പബ്ബിൻ്റെയും ഒക്കെ ഓണറാണ്. ഞാൻ തന്നെ അയാളെ ആകെ ഒരു വട്ടം കണ്ടിട്ടുള്ളൂ. കുറേ ഇല്ലീഗൽ ബിസിനസ്സും പരിപാടികളൊക്കെ ആയിട്ട് സെറ്റപ്പാണ് അയാൾ. അവിടെ മാനേജർ ക്യാബിൻ വരെ എനിക്ക് കയറാൻ പറ്റുള്ളൂ. അതിനകത്ത് കയറാൻ പറ്റുന്ന ആ മേഘനയ്ക്ക് മാത്രമാണ്. അപ്പോൾ അവളുടെ ഏകദേശം ഒരു സെറ്റപ്പ് നിനക്ക് മനസ്സിലായില്ലേ? അതുകൊണ്ട് നിന്റെ സ്ഥിര അഭ്യാസം അവിടെ എടുക്കണ്ട, അവളെ വിട്ടു പിടിച്ചേക്കിട്ടാ. അല്ല, അതിനകത്ത് നിധി വല്ലതും ആണോ? അതിനകത്ത് എന്തോ മറ്റേ ബാങ്കിലൊക്കെ ഉണ്ടാവുന്ന മറ്റേ ഇതില്ലേ, ബാങ്കാ? ലോക്കറൊക്കെ. ലോക്കറാ? എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഈ ബാങ്കിലൊക്കെ ഉള്ളൊരു ലോക്കർ സെറ്റപ്പ് ഇല്ലേ? നിന്റെ ഊഹം ശരി. ഈ ജോസ് പ്രകാശിന്റെ ഒക്കെ പടത്തിലുള്ള ലൈറ്റ് ഒക്കെ ഉള്ള ലൈറ്റ് ഒക്കെ ആയിട്ടുള്ള ഒരു കോറിഡോർ പോലുള്ള സെറ്റപ്പാണ് അത്. എന്നാലും നീ ഇത്ര സെറ്റപ്പ് ബാറിലൊക്കെ വർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഈ ഊള സെറ്റപ്പിൽ കൊണ്ടുവന്ന് അത്ര രസകരമായില്ല. വെരി ബാഡ് പെർഫോമൻസ്. നിനക്ക് അവളെ വായി നോക്കാനല്ലേ? എടാ, ഒരു ദർശന സുഖം. അവിടെ 250 രൂപ കൊടുത്ത് മേടിക്കണം സാധനം ഇവിടെ 50 ഉറുപ്പിക കിട്ടും. പിന്നെ എന്തിനാ വെറുതെ കാശ് കളയണേ? ചാത്തൻ സാധനമാണത്. ഏയ് സെയിം സാധനമാണ്. അതെ, ഇന്ന് എനിക്ക് നൈറ്റാണ്. ഞാൻ ഇറങ്ങട്ടെ, പോട്ടെ പോ. ഓ ശരി, പൈസ കൊടുത്തേക്കണേ. ഓ ശല്യം തന്നെ കേട്ടാ. നമുക്ക് ഓരോ പേരോട് പറയാല്ലേ? മിണ്ടായിരുന്നോണം. ആകെയുള്ള കാശും കൂടി തീർന്നു പണി പാടും. എന്റെ അരഞ്ഞാണം മറ്റേ കാശല്ലേ, എനിക്ക് കുടിക്കണം. ആ കാശിന് കുറച്ച് വിഷം കൂടെ വാങ്ങിക്കോ. അവന്റെ അരഞ്ഞാണം, അവന്റെ ഗിറ്റാർ, നമ്മുടെ ക്ലോസറ്റ്, ബാപ്റ്റിസ്റ്റിന് തല. അണ്ണാ ഒരു ബിയർ. എന്നെയാണ് കുണ്ടനല്ല, ഓമനക്കുട്ടൻ. ഓമനക്കുണ്ടൻ അല്ല, ഓമനക്കുട്ടൻ. കട്ടൻ ചായയുടെ ടാ. കുണ്ടൻ ഞാൻ ഫിക്സ് ആയിട്ട് നീ ഫിക്സ് ആയിക്കോ. Cheers. എന്റെ ഫ്രണ്ട്സ് എല്ലാരും ഉണ്ട്, വിളിച്ചോട്ടെ. വാടാ. ஒரு ஆம்பளை ஒரு பொம்பளை கூட சேரும்போது செக்ஸ் இல்லைன்னா கிக் கிடையாது. அதே மாதிரி ஒரு ஆம்பளை இன்னொரு ஆம்பளை கூட சேரும்போது സരക്ക് ഇല്ലെന്നാ. അത് കറക്റ്റ് അല്ലേ? ഒരുപാട് താമസിച്ചു, നമുക്ക് പോവാം. ഒന്ന് മിണ്ടാണ്ടിയടാ, ഇപ്പഴല്ല വന്നത്. ആയാലും കാത്തിരിക്കണ്ട, കുടിക്കാൻ നോക്ക്. அப்புறம் நீங்கள் யாரும் லவ் பண்ணலையா? ദിവനും ലവ് പண்றേ. ഇവൻ അങ്ങനെയൊന്നുമില്ല, ആരെ കണ്ടാലും ലവ് പண்றേ അല്ലേ? உனக்கு ஏன்? എനിക്ക് പൊമ്പളകള എനിക്ക് ഈ പെണ്ണുങ്ങളെ വിശ്വാസമില്ല. എനിക്ക് അവരുടെ പെർഫ്യൂമിനാണ് അതിനെല്ലാം വിശ്വാസം. Cheers. ஆனால் எனக்கும் அப்படிதான். எனக்கு பிடிச்ச ஒரு பொம்பளை வாசனை மேகனா மட்டும்தான். മേഘ്ന ക്ലബ് മാനേജറോ? ஆமாம், அவளே தான். അതൊക്കെ ശരി. പക്ഷെ ഈ സ്വന്തം ഗേൾഫ്രണ്ടിനെ ക്ലബിലൊക്കെ പണിയെടുക്കാൻ പറ്റുന്നത് ഭയങ്കര മോശമായി പോയി. വെരി ബാഡ് പെർഫോമൻസ്. நானா விட்டேன், அவ என்னோட முன்னாள் காதலி. ഓ, 3 നാളോ? യു മീൻ 3 days? പഴയത് ഓമനക്കുണ്ട. ഓമനക്കുട്ടൻ. അവ എന്നോട് എക്സ് ലവ്. അത്ര വലിയ കാമുകയാണെങ്കിൽ പിന്നെ ഈ ഒളിച്ചും പാത്തുള്ള പരിപാടിയൊക്കെ വിളിച്ചോണ്ട് പോകൂടെ? அது ஒரு பெரிய கதை. நான் பணத்து மேலே இருந்த ஆசையில் நிறைய தப்பான வழி போயிருந்தேன். அதில் நான் பெருசாக மிஸ் பண்ணது மேகனா மட்டும்தான். எப்படியாவது மேகனா இங்கேருந்து கூட்டு போகணும். അത്ര എളുപ്പത്തിൽ അവളെ കൂട്ടിയിട്ട് പോകാന്ന് വിചാരിക്കുന്നത് തെറ്റാണ് പോയി. எனக்கு தெரியும் அவ்வளோ ஈஸியான விஷயம் இல்லைன்னு, பட் எப்படியாவது கூட்டு போகணும். உங்களை பார்த்தா ரொம்ப நல்லவங்கமா தெரிஞ்சிச்சு, அதான் உங்ககிட்ட சொன்னேன். உன்னை பார்த்தா ரொம்ப நல்லவமா தெரிஞ்சிச்சு.
நீங்க தான் ஹெல்ப் பண்ணும். ம்? എടാ ഓമനക്കുട്ടാ, നീ എന്തിനാ അയാളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞത്? ഞാനങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഓടിപ്പോ ഉണ്ടായിരുന്നല്ലോ അയാളുടെ കൈ പിടിക്കാനായിട്ട്. അത് അയാൾ എന്നെ കണ്ടിട്ട് ഉന്നപ്പാത്ത നല്ല ആള് മാതിരി എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വീണ് പോയതാ. എൻ്റെ ഓമനക്കുട്ട, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഏണിയായിരിക്കാറുണ്ട. എടാ അല്ലെങ്കിലും എങ്ങനെ നമ്മൾ അയാളെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞേ. അയാൾക്ക് വേണ്ടത് നമ്മുടെ ഹെൽപ്പൊന്നുമല്ല. പിന്നെ ഉമ്മൻ വഴി അയാൾക്ക് അവിടെ കയറണം, മേഘനെ മുട്ടണം, അതന്നെ. എടാ, ഉമ്മൻ പറഞ്ഞത് വെച്ച് മേഘനയ്ക്ക് അതിനകത്തുള്ള പരിപാടിയൊക്കെ ഉള്ളൂ. അതിന് പുറത്തേക്കൊന്നും അവന്മാർ വിടാൻ പോകുന്നില്ല. അതെ, അവിടെ നിന്ന് ഒരു വലിയ കാട്ട ഏണിയും ചുമന്നുണ്ടല്ലോ ഇങ്ങോട്ട് പോന്നേ. ഇനി ഇവിടെ നിന്നും ചാരണോ ഏണി. നമ്മൾ ഇതോടെ അയാളുടെ കമ്പനി വിടുന്നു, അത്രേ ഉള്ളൂ. ഗ്ലാസ്. என்னங்கடா பார்த்து பார்க்காத மாதிரி போறீங்க? மாட்டி விட்டுறேன் பயமா. അപ്പടിയൊന്നും ഇല്ല. நேற்று நைட்டு ஏதோ போதையில் பேசுனது. குடிக்கலன்னு விட்டுற வேண்டியதானே? എന്തായിരുന്നു? എന്തെങ്കിലും പറ്റിയാ? എവിടെ പോലും പണ്ടാ. இந்த வண்டியில் ஏன்டா இருந்தீங்க? ഞങ്ങൾ ഓടിയപ്പോ പെട്ടെന്ന് വണ്ടി മാനേജർ കുട്ടി കുട്ടി കിടക്കണ നമ്മുടെ മാനേജർ. அந்த கேப்ல தூக்கிட்டேன். ഇത് പ്രശ്നമാവട്ടാ. കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഇതെന്തോ കിഡ്നാപ്പിങ്ങാ. எல்லாம் பேசுறதுக்கு எங்கடா டைம்? அப்புறம் பேசிக்கலாம். ടൈമില്ല. എടാ ഉമ്മൻ, ഇപ്പൊ നമ്മളും പെട്ട പോലെ ഉണ്ടോ? പെട്ടെന്ന് ഇവിടുന്ന് മാറണം, അവനെ മാറ്റണം, നമുക്കിവിടെ ഇറക്കാം. ഇത് പ്രശ്നമാവട്ടാ. മതി മതി, നിർത്ത് ഇവിടെ നിർത്ത്. സ്റ്റോപ്പ്. ഓക്കെ, താങ്ക്സ്. ആ കുട്ടിയുടെ ആ പെണ്ണിന്റെ ഇതിനിടയിലാ. എടാ സണ്ണി, ഇതുവരെ ആയില്ലേ? അവന്മാരൊക്കെ എത്തിക്കഴിഞ്ഞാ പണി പാളൂട്ടാ. എന്തായി, കിട്ടിയാ? കിട്ടുന്നില്ലടാ. ട്രൈ നോക്ക്, കിട്ടും. ഇത് എവിടെ പോയി കിടക്കണം? ഇത് അവന്മാരല്ലേ? ഓടിക്കോട്ടാ. അവന്മാരെത്തിട്ടാ. ആണോ? അവന്മാരെത്തി. ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഓടാൻ നിന്ന് ഈ ലോകം മുഴുവൻ ഓടേണ്ടി വരും. തിരിച്ചടിക്കണം. എന്താണ് ടീ ഇളക്കണേ? ഇതെങ്ങോട്ട് നീങ്ങാനാണ് ഇതിന്റെ ഇടയിൽ നിന്ന്? ഭയങ്കര ഡയലോഗായിരുന്നല്ലോ. പിന്നെ ഗണ്ണോട്ടിക്കണവന്മാരുടെ അടുത്തല്ലേ കൊമ്പും കുറുടിയൊക്കെ ഇട്ടു. എന്റെ അണ്ണ, ആ തോക്ക് കൊഞ്ചം താഴെ ഇട്. ആരും ഓടല്ലേ. അണ്ണാ, തോക്ക് തല അറിയാമ പൊട്ടത് ബ്രെയിൻ. എടാ മിണ്ടാണ്ടിരിക്കടാ, ഉയിന്ന് വെച്ച് മിണ്ടരുന്നാണ്. പേടിക്കാറില്ല തോക്കിരിക്കണേ. ഉമ്മൻ പുറത്തില്ലേ? അവൻ നോക്കിക്കോളൂ. ഇവന്മാരത് നമ്മളെ പിടിച്ചിട്ട് ഈ സാധനം ഒന്ന് ഇട്ടോട്ട്. നീ എന്താ ഇവിടെ?
സാറ് ഏയ്, ഉക്കാരടാ. നേരെ എന്റെ മുട്ടിന് ചെറിയ പ്രശ്നമുണ്ട്